ഞെട്ടും. ഞെട്ടിക്കാൻ തക്ക എന്താ ഇതിലുള്ളത്? ഒരു റോസാപ്പൂവും കൂടെ വെച്ച് കൊടുത്താലോ? ഇപ്പൊ തന്നെ ഇത് ഓവറാ. ഇനി അതും കൂടി കയറ്റി വെച്ച് കൂടുതൽ കുളവാക്കണ്ട. എടാ നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ട് വേണം അവള് വീഴാൻ. ഇത് കണ്ട് അവള് ബോധം കെട്ട് വീഴാതിനാ മതി. ഈ ഗിഫ്റ്റ് കൊണ്ട് എന്തേലുമൊക്കെ നടക്കും. നടക്കൂ. നടക്കും. ഇതൊക്കെ ഒരു മൂഡല്ലേ, റൊമാൻറ്റിക് മൂഡ്. ഇനി നീ ഒന്ന് കൊടുക്കുന്ന കാണിച്ചേ. ഹാപ്പി ബർത്ത്ഡേ. ബെസ്റ്റ്. ഇങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കില്ല. എന്താടാ ഇവിടെ? ഓ, അവളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഗിഫ്റ്റോ? ആ, നീ ഇവിടെ ഇരി. നീങ്ങി വന്നേ. നീ നോക്ക്, ഞാൻ ചെയ്ത് കാണിക്കും. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ചക്കരേ പോടണ്ടി. എന്നിട്ട് വേണം അടി കിട്ടാൻ. എന്തടാ ഇങ്ങനെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ നീ ഇങ്ങനെ വിഷ് ചെയ്യ്. പിന്നെ ഇവന്റെ മരണത്തിനായിരിക്കും അടുത്ത വിഷ് നടക്കുന്നത്. അതെ, ഒന്ന് പോയടാ അവിടുന്ന്. ഞാൻ നോർമലായിട്ട് കൊടുത്തോളാം. മുമ്പേ കാണിച്ചാണോ നിന്റെ നോർമൽ? അതെ. നിന്റെ നോർമൽ അങ്ങോട്ടൊന്ന് കാണിച്ചേ. നീ അവിടെ ഇരി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. പോയി എല്ലാം പോയി. ഒരു ബർത്ത്ഡേ വിഷ് പോലും പറയാറിയത് നിന്നെ അവള് എങ്ങനെ പ്രേമിക്കാന്? അതെ അതെ. പിന്നെ ബർത്ത്ഡേ വിഷ് പറയുന്നതാണല്ലോ പ്രേമിക്കാനുള്ള ക്വാളിഫിക്കേഷൻ. ആ, അത് ശരിയാ. ഇതിലൊക്കെ എന്തിരിക്കുന്നു? എടാ നീ ആദ്യം എവിടെയെങ്കിലും ഉറച്ചിക്കടാ. നിനക്ക് പെണ്ണില്ലല്ലോ, മിണ്ടല്ലേ. എടാ നിനക്കൊന്നും ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി അറിയാൻ പാടില്ലാത്തോണ്ടാ. അവളുമാർക്ക് ഈ ലോകം ഇടിഞ്ഞു വീണാലും ഒരു പ്രശ്നമല്ല. പക്ഷേ ബർത്ത്ഡേ വിഷ് എങ്ങാനും മറന്നുണ്ടല്ലോ, തീർന്നു. എടാ നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് പ്ലാൻ ചെയ്യണ്ട. നാളെ പോയിട്ട് കൂളായിട്ട് കൊടുത്താ മതി. അത് മതി. എടാ അതിപ്പോ എല്ലാരും വിഷ് ചെയ്യുവേ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവേ എല്ലാം ചെയ്യുന്നയാ. അപ്പൊ നീ കൊടുക്കുമ്പോ ഒരു പ്രത്യേകത വേണ്ടേ? അതെ. അല്ല, അപ്പൊ നീ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നേ? അത് ഈവൻ ഈ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന കൂടെ ഒരു കപ്പ് ഫ്രീ കിട്ടി, അത് കൊടുക്കാന്ന് വെച്ച്. ഓ, അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു കൊടുക്കാനും. ക്രിസ്മസിന്റെ അന്നേ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇവനെ കൊണ്ട് ആ കട തപ്പി പിടിച്ച് ബൈ വൺ ഗെറ്റ് വൺ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് ആ സാധനം കൊണ്ട് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുത്തവനാ ഞാൻ. അവനോട് പറ. ഞാൻ ഇവന്മാര് കൊടുക്കുന്ന പോലല്ല. നാളെ നീ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കണം അവൾക്ക് സ്പെഷ്യൽ. നാളെ എന്റെ ഗിഫ്റ്റ് കണ്ട് അവള് ഞെട്ടും. ഉറപ്പായിട്ടും. അല്ല, ഞെട്ടിക്കാൻ തക്ക എന്താ ഇതിലുള്ളത്?